നിങ്ങളുടെ ഏറ്റവും അവസാന പരീക്ഷ സോഷ്യൽ സയൻസ് ആണ്. അതുകൊണ്ട് സീരിയസ്നെസ് ഒന്നും കുറഞ്ഞു പോയത്. അവസാന പരീക്ഷയാണ്, കുറേയൊക്കെ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഈ ചാപ്റ്റർ, അതായത് 6ാം ചാപ്റ്റർ മാസ് മൂവ്മെന്റ് എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ മോഡൽ ചോദ്യവും ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത്. നിഹാൽ സോണിലുള്ള ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ. ആദ്യ ചോദ്യം ഇതാണ്: ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് എ മാസ് മൂവ്മെന്റ് കോൾഡ് ബൈ ഗാന്ധിജി. ആദ്യ ചോദ്യം എന്താണ്? പിന്നെ അതൊരു എന്ത് ചോദ്യമാണോ? ഒരു അസേർഷൻ റീസൺ 1 മാർക്ക് ചോദ്യമാണ്. എന്താണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് എ large mass movement called by the Gandhiji. It was Chauri Chaura incident that forced Gandhi to start this movement. എന്താണ് this mass movement? രണ്ട് കാര്യം കൊടുക്കുന്നില്ല. ഒന്നാമത്തെ എന്താ പറയുന്നത്? പിന്നെ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ബഹുജന പ്രസ്ഥാനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി ഈ പ്രസ്ഥാനം ആരംഭിക്കാൻ നിർബന്ധിതനാക്കിയത്. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റാന്ന് ചോദിക്കും. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? എ ശരിയാണ്, ഇത് തെറ്റാണ്. ഒരിക്കലും ഗാന്ധിജിയെ പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിക്കാൻ കാരണം ചൗരി ചൗര ഇൻസിഡന്റ് ആയിരുന്നില്ല. അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ? എ ശരിയാ, എന്താണ് ശരിയാണ്, ആറ് ശരിയായ വിശദീകരണമല്ല അല്ലേ? അപ്പോൾ എന്താണ് ഓപ്ഷൻ എ തന്നെയാണ് അതിന്റെ കറക്റ്റ് ആൻസർ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്ത്, ജാലിയൻവാലാബാഗ് ഇൻസിഡന്റ് വാസ് എ റിസൾട്ട് ഓഫ് ബ്രിട്ടീഷ് എഫോർട്ട് ടു സപ്രസ് ദ ഫ്രീഡം മൂവ്മെന്റ് ദാറ്റ് വാസ് എ ഗാദറിംഗ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ സബ്സ്റ്റാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര പ്രസ്ഥാനത്തെ അടിച്ചമർത്താനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമത്തിന്റെ ഫലമായിരുന്നു ജാലിയൻവാലാബാഗ് സംഭവം. പ്രസ്താവനയെ സാധൂകരിക്കുക അല്ലേ? ബ്രിട്ടീഷുകാർ അടിച്ചമർത്താൻ വേണ്ടി തുടങ്ങി വെച്ച ഒരു സമരമാണ് ജാലിയൻവാലാബാഗ് അല്ലേ? പക്ഷെ എന്താ സംഭവിച്ചത്? ഇന്ത്യയിലെ രണ്ടാമതായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ പ്രസ്ഥാനം, നാഷണൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണമാവുകയാണ് ചെയ്തല്ലേ? ചോദ്യം എന്താ ചോദിച്ചത്? എന്താണ് NCM നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റിയ ചോദ്യം ചോദിച്ചത്. പക്ഷേ ഡയറക്റ്റ് ആണ് ചോദിച്ചത്, ഡയറക്റ്റ് അല്ല ചോദിച്ചത്. അപ്പൊ ഈ രീതിയിൽ അതിലേക്ക് ഇൻസിഡന്റ്, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്ത് എന്ന രീതിയിലൊക്കെ മുമ്പിൽ വളഞ്ഞു മൂപ്പ് പിടിക്കും. എങ്ങനെ പിടിച്ചാലും നമ്മൾ ഉത്തരം എഴുതും. അപ്പൊ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? NCM ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റി. ഞാനത് ഉത്തരം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഒന്ന് കണ്ടെത്തുക. ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ പഠിച്ചു എന്ന് അതിന്റെ അർത്ഥം. എല്ലാ ഉത്തരവും ചവച്ചരച്ച് വായിൽ തന്നാൽ അത് എഫക്റ്റീവ് ആവില്ല. ബാക്കി നമ്മൾ ഡീറ്റെയിൽ അവിടെ ഡിസ്കസ് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് റൗലറ്റ് ആക്ട് റെക്കോർഡ് ആസ് എ മഹാത്മാ ഗാന്ധിസ് ഗ്രോത്ത് ആസ് എ നാഷണൽ ലീഡർ സബ്സ്റ്റാൻഷ്യൽ ദ സ്റ്റേറ്റ്മെന്റ്. റൗലറ്റ് ആക്ടിനെതിരെ പോരാട്ടം ദേശീയ നേതാവ് എന്ന നിലയിൽ മഹാത്മാഗാന്ധിയെ വളർച്ചയെ രേഖപ്പെടുന്നു. പ്രസ്താവനയെ സാധൂകരിക്കുക. വീണ്ടും റൗലറ്റ് ആക്ട്, റൗലറ്റ് നിയമത്തിന് ശേഷം ഗാന്ധി നടത്തിയ പ്രധാനപ്പെട്ട ഹർത്താലുകളെ പരാമർശിക്കുക. ശേഷം എന്ത് ചെയ്യണം? ഇതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റോട് കൂടി ഗാന്ധിജി എന്ത് കൈമാറാണ്? ഇന്ത്യ എല്ലാം അറിയപ്പെടുന്ന ഒരു വലിയ ദേശീയ നേതാവായി മാറുകയാണ്. പഠിച്ചു വെക്കുക. അടുത്ത്, ഇലൂസിയേറ്റ് ഹൗ ദ പോളിസി സ്വരാജ് പാർട്ടി ഡിഫറെന്റ് ഫ്രം ഗാന്ധിയൻ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ. സ്വരാജ് പാർട്ടിയുടെ നയങ്ങൾ ഗാന്ധിയൻ സമരീതിയിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ആരെ പറ്റി ചോദിച്ചത്? സ്വരാജ് പാർട്ടിയെ പറ്റി. 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് അല്ലേ? എന്താ സ്വരാജ് പാർട്ടി രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. എന്താ കാരണം? ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സമയത്ത് എന്ത് പറഞ്ഞു? ബോയ്ക്കോട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിങ്ങൾ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഇല്ല, ഒരിക്കൽ ഞങ്ങൾ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കില്ല. കാരണം ബ്രിട്ടീഷുകാരുടെ ആ നിയമനിർമ്മാണ സഭയിൽ ഞങ്ങൾ അവിടെ വേണം, അകത്ത് വേണം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ആൾക്കാരാണ് ആര്? CR ദാസും മോത്തിലാൽ നെഹ്റുവും വിത്ത് ദെയർ പൊളിറ്റിക്കൽ പാർട്ടി കോൾഡ് സ്വരാജ് പാർട്ടി. റെഡി? അടുത്ത പിടിച്ചോ. Do you consider Lahore Congress of 1921 turning point of freedom movement in India? 1929 ലാഹോർ കോൺഗ്രസ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട വഴിത്തിരിവാണെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളോട് ചോദ്യം ചോദിക്കുക അല്ലെ? ശരിയുമാണ്. 1929 ഒരു വഴിത്തിരിവാന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇല്ല എന്ന് എഴുതി വെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. യെസ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്താണ് ആ വഴിത്തിരിവ്? ഗാന്ധിജി എന്ത് രൂപം നൽകുകയാണ്? സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ഗാന്ധിജി തുടക്കം കുറിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, മറക്കണ്ട. അതുപോലെ തന്നെ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ എഴുതി വെക്കുക. അവിടെ തീരുമാനത്തെ 3 കാര്യങ്ങൾ: ഒന്ന് പൂർണ്ണ സ്വരാജാണ്, രണ്ടാമത് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത്, മൂന്നാമത് ട്രൈ കളർ ഫ്ലാഗ്. പിന്നെ ബാക്കി അതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയി എഴുതി. 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് അവിടെ എന്ത് എഴുതി വെക്കേണ്ടത്? സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെക്കുക. റെഡി? Explain how the non-cooperation movement differed from the early struggle in which Gandhi intervened in India. ഗാന്ധിജി ഇന്ത്യയിൽ ഇടപെട്ട ആദ്യകാല സമരം നിസ്സാര പ്രസ്ഥാനം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വിശദീകരിക്കുക. അത് വേണമെങ്കിൽ 5 മാർക്കിന് ചോദ്യമായി ചോദിക്കുന്നതാണെങ്കിൽ ഇത് essay ആണ്. നിസ്സാര സമരത്തെ പറ്റിയാണ് എഴുതേണ്ടത്. നമുക്കറിയാം ഗാന്ധിജി നിസ്സാര സമരത്തിന് മുന്നേ നടത്തിയ സമരങ്ങളൊക്കെ ചെറിയ ചെറിയ സമരങ്ങളായിരുന്നു. ഇതൊരു ബഹുജന സമരമായിരുന്നു. ഇന്ത്യയിലെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സജീവ പാർട്ടിസിപ്പേഷൻ ഈ സമരത്തിന്റെ ഭാഗമാക്കാൻ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ ബോയ്ക്കോട്ട് ആക്ടിവിറ്റി, ബഹിഷ്കരണ പ്രവർത്തനം എഴുതി വെക്കുക. ആ പ്രവർത്തനങ്ങളോട് ജനങ്ങളുടെ റെസ്പോണ്ട് എന്താണ്? ഫാമേഴ്സ് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, വർക്കേഴ്സ് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, അതുപോലെ തന്നെ സ്റ്റുഡൻസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, ട്രൈബൽ പീപ്പിൾസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി വെക്കണം. അറ്റ് ദ എൻഡ് ഈ സമരം എങ്ങനെ ഗാന്ധി നിർത്തിവെച്ചു അതും കൂടി എഴുതി വെക്കുക. അടുത്ത് നോക്കൂ. അനലൈസ് ഹൗ ദ വേരിയസ് സെക്ടേഴ്സ് ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. 5 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ വിവിധ വിഭാഗം ആളുകൾ പങ്കെടുത്തത് എങ്ങനെയെന്ന് വിശകലനം ചെയ്യുക. നമുക്കറിയാം ഗാന്ധിജിയുടെ രണ്ടാമത്തെ മാസ് മൂവ്മെന്റ് ആണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനം. അവിടെയും എങ്ങനെയാണ് ആളുകൾ, സമരക്കാർ അല്ലെങ്കിൽ
ഇന്ത്യയിലെ ജനങ്ങൾ ഈ സമരത്തോട് റിയാക്ട് ചെയ്തത്? ഫാമേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്തു, വുമൻസ് എങ്ങനെ റിയാക്ട് ചെയ്തു, അതുപോലെ ട്രേഡേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്തു, സ്റ്റുഡൻസ് എങ്ങനെ റിയാക്ട് ചെയ്തു, ട്രൈബൽ പീപ്പിൾസ് എങ്ങനെ റിയാക്ട് ചെയ്തു? 5 ആളുകൾ റിയാക്ഷൻ കറക്റ്റ് അതിൽ പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നുണ്ട്, അത് എഴുതി വെച്ചാൽ മതി. റെഡി? അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമായും ചോദിക്കുക. അടുത്തൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് ആൻഡ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത്? ചോദ്യം എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് പ്രിസൈഡ്സ് ഓവർ ദ ലാഹോർ കോൺഗ്രസ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആണോ? അല്ല, തെറ്റാ. നമുക്കറിയാം അല്ലേ, കാരണം ലാഹോറിൽ ആരാണ് അധ്യക്ഷൻ വഹിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ്. പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ആരാ? സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് സിആർ ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ശരിയാണ്, സിആർ ദാസും മോത്തിലാൽ നെഹ്റു കൂടി ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. മൂന്നാമത്തോ, ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എ ഗവൺമെന്റ് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ചിറ്റു പാണ്ഡ്യൻ സത്താര. സത്താരയിൽ ചിറ്റു പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഒരു രൂപീകരിച്ചു, ഒരു ഗവൺമെന്റ് രൂപീകരിച്ചു. ശരിയാണോ? അല്ല, സത്താരയിൽ ചിറ്റു പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ അല്ല, അല്ലേ? അത് തെറ്റാണ്. അതുപോലെ റോയൽ ഇന്ത്യൻ നാവൽ മ്യൂട്ടന്റ് ബിഗാൻസ് ഓൺ ഫെബ്രുവരി 1946. ശരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഡേറ്റ് പറയുന്നില്ല, പക്ഷേ 1946 ആണ്. ശരിയാണ് അല്ലേ? അപ്പോൾ നോക്ക്, നിങ്ങൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാ? ഒന്നാമത്തെയും പിന്നെ ഏതാടാ, പിന്നെ നാലാമത്തെയാണ് കറക്റ്റ് ആൻസർ അല്ലേ? നോക്കൂ, നിങ്ങൾ ഇതിൽ 1 and 2 ശരിയാണ് അല്ലേ? അതല്ല, ട്രൂ, സെക്കൻഡ് ആൻഡ് ആർ ഫെയിൽ, 1 ഉം 3 ആറ് ഫാൾസ്, 1 അല്ല 2 ബുദ്ധല്ല ശരി, 1 ഉം 3 ശരി, ഏതാ 1 ഉം 4 അല്ല ശരി. യെസ്, 1 ഉം 4 എവിടെ? യെസ്, 2 ഉം 3 തെറ്റാണ്. യെസ്, റൈറ്റ്. അല്ലല്ല, 1 ഉം 2 ശരി. ഓപ്ഷൻ എവിടെ? യെസ്, ദിസ് വൺ. അപ്പോൾ കറക്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത പിടിച്ചോ. ഇനി യെസ്, കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ടൈപ്പ് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിന് ചോദിക്കും. കറക്റ്റ് പഠിച്ചു വെക്കുക. എല്ലാ ടൈപ്പ് ചോദ്യവും പഠിച്ചു വെക്കണം, എന്നാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്കറിയാം, എക്സാംസ് ഈ കഴിഞ്ഞ ഓണപരീക്ഷ കഴിഞ്ഞായിക്കോട്ടെ, ഇതായിക്കോട്ടെ, എക്സാംസ് അത്ര ഈസി നമുക്ക് വരാനൊന്നും കഴിയില്ല. കാരണം എക്സാം പാറ്റേൺ ക്വസ്റ്റ്യനൊക്കെ ടഫ് ആയിക്കൊണ്ടിരിക്കുക. ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത എക്സാം പണിവാളും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന ഓൾറെഡി താഴെ ലിങ്ക് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്താൽ മതി. നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുക. നമ്മൾ അത്ര നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരോടും മനസ്സിലാക്കി നല്ല മക്കളായിട്ട് പഠിക്കുക. അപ്പോൾ ലൈവ് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ലൈവിൽ എത്തുക, അവിടെ നമ്മൾ കുളിക്കാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.